ഇനി യുദ്ധവിരാമമോ? ഇറാന് മുന്നിൽ ഓഫറുകൾ നിരത്തിയ അമേരിക്ക ആണവ പദ്ധതി ഉപേക്ഷിച്ചാൽ കാത്തിരിക്കുന്നത് നേട്ടങ്ങളെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ്. ലോകസമാധാനത്തിന്റെ കേന്ദ്ര ബിന്ദുവായി പാകിസ്ഥാൻ. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ ഇസ്ലാമാബാദിൽ പുനരാരംഭിക്കുമെന്ന സൂചനയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. ഇറാനുമായി വീണ്ടും ചർച്ചകൾ നടത്താൻ താൽപ്പര്യം ട്രംപ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇറാനിലേക്കും തിരിച്ചുമുള്ള കപ്പലുകൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് വീണ്ടും ഒരു ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയിരിക്കുന്നത്. എന്നാൽ വീണ്ടും ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി അമേരിക്ക 2 പുതിയ നിബന്ധനകളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ചർച്ചകളിൽ പങ്കെടുക്കാനെത്തുന്ന ഇറാനിയൻ പ്രതിനിധി സംഘം IRGCയുടെ പിന്തുണയും തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരവും ആദ്യം ഉറപ്പാക്കുക. ഈ 2 നിർദ്ദേശങ്ങൾ തന്നെയാണ് പ്രധാനമായും ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാന് മുന്നിൽ മറ്റൊരു ഓഫർ കൂടിയാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള JD വാൻസ് നൽകുന്നത്. അതായത് ആണവ പദ്ധതി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ വൻ നേട്ടങ്ങളായിരിക്കും ഇറാനിയൻ ജനതയെ കാത്തിരിക്കുന്നത്. പരസ്പരമുള്ള അവിശ്വാസം അത് മാറ്റിയെടുക്കാനുള്ള ഒരു അവസരമായി നമുക്കിതിനെ വിനിയോഗിക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. സംഘർഷം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്നും JD വാൻസ് പ്രതികരിച്ചിട്ടുണ്ട്. 2 രാജ്യങ്ങളും തമ്മിലുള്ള ആഴമേറിയ അവിശ്വാസം അതൊരിക്കലും ഒരു ചർച്ച കൊണ്ടോ ഒരു രാത്രി കൊണ്ടോ പരിഹരിക്കാൻ കഴിയുന്നതല്ല. ചർച്ചകൾ ശരിയായ ദിശയിലൂടെ തന്നെയാണ് നിലവിൽ കടന്നു പോകുന്നതെന്നും JD വാൻസ് കൂട്ടിച്ചേർത്തു. ഇസ്ലാമാബാദിൽ നടന്ന ആദ്യ ചർച്ചയിൽ ഇറാനും US തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇരുപക്ഷവും കണക്ക് കൂട്ടുന്നത്. താൽക്കാലിക വെടിനിർത്തൽ കാലാവധി അവസാനിക്കുന്നതിന് മുൻപായി തന്നെ 2ാം ഘട്ട ചർച്ച നടക്കുമെന്നാണ് സൂചന. ഇറാനിലെ രാഷ്ട്രീയ നേതൃത്വവും സൈനിക വിഭാഗവും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ കരാറിലെത്തുന്നതിന് തടസ്സമാകുമെന്ന ആശങ്കയടക്കം അമേരിക്കയ്ക്കുണ്ട്. ഇസ്ലാമാബാദിൽ വെച്ച് നടക്കാനിരിക്കുന്ന അടുത്ത ഘട്ട ചർച്ചകളിലൂടെ ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങൾക്ക് അറുതി വരുത്താൻ കഴിയുമെന്നാണ് 2 രാജ്യങ്ങളും പരിശ്രമിക്കുന്നത്. നിലവിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ ഒരു നയതന്ത്ര പരിഹാരം അത് അത്യാവശ്യമാണെന്ന ഇറാനിയൻ ഭരണകൂടത്തിനകത്തും അഭിപ്രായമുണ്ട്. എന്തായിരുന്നാലും 2 ദിവസത്തിനുള്ളിൽ ചർച്ചകൾ പുനരാരംഭിക്കും എന്ന് തന്നെയാണ് ട്രംപും അറിയിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.